സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാൻ 2 ആഴ്ച മുന്നേ ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് കേക്കിൻ്റെത്. അപ്പോൾ അത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത്, പുറത്തുനിന്ന് വാങ്ങിച്ചേ. ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടുതൽ പേരും ക്രീമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ക്രീമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ളത്, നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പൈപ്പ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ ഈ ക്രീം കൊണ്ട് കിട്ടുന്നില്ല. ഒന്ന് മെൽറ്റായി പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ 2 തവണ ട്രൈ ചെയ്തപ്പോഴും നമ്മൾ പൈപ്പ് ചെയ്യുന്ന സമയത്ത് മെൽറ്റായി പോകുന്നുണ്ട്. പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ബേക്കിങ്ങിന് നല്ല എക്സ്പേർട്ടായ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമിൻ്റെ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്നും അത് വെച്ചിട്ട് ഐസിങ് ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൈദ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ടൊക്കെ വരും. അപ്പോൾ ആ ഒരു പരുവം വരെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായി വരും. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയത്ത് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാമോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർക്കണം. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചിട്ടില്ലേ മൈദയും പാലും കൂടിയിട്ടുള്ള മിക്സ്, അതിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഒരു പകുതി ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറല്ലേ, അപ്പോൾ ഫസ്റ്റ് ലോയിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടി പോയാൽ മതി. ആദ്യം തന്നെ നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ബട്ടർ മെൽറ്റായി പോവും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടും. കണ്ടില്ലേ, നമ്മുടെ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഐസിങ് ചെയ്യുന്നതൊന്ന് കാണിക്കാം. ഞാനിപ്പോൾ ബ്രെഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ച മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഐസിങ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ 4 ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബ്രെഡിൻ്റെ അരുഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. സ്പോഞ്ച് കേക്ക് പോലെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല ബ്രെഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്രീം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ തന്നെ 4 ബ്രെഡും ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ മറ്റേ ബ്രെഡ് വെക്കുക, ഷുഗർ സിറപ്പ് ഒഴിക്കുക, എന്നിട്ട് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ ഒരു ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു പൈപ്പ് ചെയ്യുന്ന പ്രശ്നം എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും ഈ ഒരു ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര വരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുട്ടികളെ പറ്റിക്കാനൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത്ര വരെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് പിസ്ത കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റാർ നോസിലും ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുകയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. കണ്ടില്ല, ചെറുതായിട്ടൊന്ന് മെൽറ്റായ പോലെ ഉണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ താഴെ ഒന്ന് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ കാണുന്നില്ലേ, ഒന്നങ്ങ് മെൽറ്റായി പോയ പോലെ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെയുള്ളത് ഒരു കുഴപ്പമില്ല. ഞാൻ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ കയ്യിലൊന്നും ആവുന്നില്ല, നല്ല ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ദയവ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇടല്ലേ. ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമാണ്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ 1-2 പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പം ഉപകാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്